അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അപ്പൊ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ കുടുംബത്തിന്റെ വക ഇത് മുബാറക്ക് എന്ന് പറഞ്ഞ സോപ്പിന്റെ മാപ്പിള വരുമോ? അതല്ല, ഈദ് മുബാറക്ക്. ഓക്കെ ഗായ്സ്, അപ്പൊ എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ നേരെയാണ്. പുത്തൻ ഉടുപ്പൊക്കെ ഇട്ട് പള്ളിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ നിൽക്കുകയാണ്. അത് വന്നതിന് ശേഷം ഇവിടെ കുറേ പണികളുണ്ട്. അതായത് ഇതാ അടുക്കളയിലെല്ലാം എന്നത്തെയും പോലെ വെക്കല് തുടങ്ങിയിട്ടുണ്ട്. ഇന്നും ബിരിയാണി പൊരിച്ച ചിക്കൻ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? പെരുന്നാൾ ഗൈസ് എന്താ നിങ്ങൾ ഉണ്ടാക്കിക്കോ, ഞാൻ എന്തായാലും എനിക്കൊന്നും വേണ്ട ഗൈസ്. പെരുന്നാൾ എന്ന് വെച്ച് കഴിഞ്ഞാല് നാളെയാണെന്ന് വിചാരിച്ച് ഞങ്ങൾ ഒന്നും വാങ്ങാതെ കുറേ ഉഴപ്പി നടന്നു. ഇപ്പൊ 7:45 വരെ ടി വിയിൽ എന്താണ് തെളിഞ്ഞിട്ടില്ല. ഞാൻ എന്നിട്ട് ജിമ്മിനൊക്കെ പോയപ്പോണ്ട് തെളിഞ്ഞു എന്ന് പറയുന്നത്. ആകെ ഇങ്ങോട്ട് പെട്ട് കഴിച്ച് ഒരു സാധനം വാങ്ങിയിട്ടില്ല. അങ്ങനെ ഒക്കെപ്പാടെ ഇന്നലെ വാങ്ങലും പിടിക്കലും ഒക്കെപ്പാടെ ഭയങ്കര തിരക്കായി. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മളെ ഈദ് മുബാറക്ക് പറയുകയാണ്. അങ്ങനെ ഇപ്രാവശ്യം നമുക്ക് 30 നോമ്പ് കിട്ടിയില്ല, പക്ഷേ പ്രവാസികൾക്ക് 30 നോമ്പ് കിട്ടി. നമുക്ക് 29 നോമ്പും ഒന്നുപോലും വിടാതെ ഞാനെടുത്തു കഴിച്ചു. ഇന്നെ പോലെ എടുത്ത ആളുകൾ മെൻഷൻ ചെയ്യും അല്ലേ? നിങ്ങൾ എടുത്തോ? അതൊക്കെ നിങ്ങൾ എടുത്തോ? അപ്പൊ പിന്നെ പറയരുത്. പല്ലൊന്നും എങ്ങനെ ഉള്ളു പോയത്? എല്ലാം പോയി, പല്ലും പോയി, ശരീരം മൊത്തം. ആരാ പല്ല് പറിക്കാൻ? പല്ലും പോയി, തൊണ്ണും പോയി, എല്ലാം പോയിട്ട് അവിടെ നിങ്ങൾ ഇപ്പൊ കുറച്ച് പേരല്ലേ? ഡോക്ടർ ഇന്നലെ വിളിച്ചേ. അപ്പൊ അത് അങ്ങനെ ഉണ്ടാവത്രേ. മരുന്ന് മാറ്റി തന്നിക്കണേ ഞാന്. എന്റെ ഐബസൂട്ടന്റെ ആദ്യ പെരുന്നാളാണ്. ഇതെന്താ ദിവസം എന്ന് നമുക്കറിയോ? ഇതാണ് എന്റെ ഫസ്റ്റ് പെരുന്നാൾ. ഇതിന്റെ രണ്ടാമത്തെ മൂന്നാമത്തെ പെരുന്നാളായി. അപ്പൊ പിന്നെ ഓള് രണ്ടാമത്തെ പെരുന്നാള്, നമ്മുടെ ഈ കൂടി ഇരുന്നിട്ടുള്ള രണ്ടാമത്തെ പെരുന്നാള്. ഓക്കെ, അപ്പൊ എന്തായാലും കഴിച്ച് ഞാൻ പള്ളിയിൽ പോയിട്ട് പെട്ടെന്ന് വരാം. അപ്പോഴേക്കും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളി. ഇന്ന് നമുക്കൊരു പെരുന്നാൾ വിശേഷം ആക്കുകയാണല്ലേ. അപ്പൊ പള്ളിയിൽ പോയി വരാട്ടോ. വരുമ്പോ മിഠായി കൊണ്ടുവരാട്ടോ. പള്ളിയൊക്കെ പിരിഞ്ഞു വന്നപ്പോ എന്റെ കുട്ടികൾ, നിങ്ങൾക്ക് പെരുന്നാളൊന്നുമില്ല എന്റെ മക്കളെ. എന്റെ കിടാങ്ങൾക്ക് പെരുന്നാളൊന്നുമില്ല. എന്റെ ഒരു കിടാവ് കിടക്കണോക്കെ എവിടെ ഓ, എന്റെ കുട്ടിന്റെ ആദ്യ പെരുന്നാളാണ്. ഇനി കുളിക്കണോ, ഡ്രസ് മാറ്റണോ? അപ്പൊ തലക്ക് വീണ് നോക്കണം കേട്ടോ. എന്താ കയ്യിലും ലിപ്സ്റ്റിക്കോ? പെരുന്നാള് വന്നല്ലോ സന്തോഷം. ഇതിപ്പോ കെട്ടാലൊന്നും അയക്കൂല എനിക്ക് തോന്നുന്നു. എപ്പൊ അങ്ങനെ നോട്ടെ മുടി കൊണ്ടിട്ട് കണ്ണാടിക്ക് നോക്ക്. കണ്ണാടിക്ക് പെരുന്നാൾ കുപ്പായി കെട്ട് ഇനി അടുത്ത ആള് റെഡിയാക്കണം അല്ലേ? അല്ലെങ്കിൽ പെരുന്നാൾ കുപ്പായി എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഒരു വെറൈറ്റി കുപ്പായല്ലേ? ക്രീം വേണോ? ലിപ്സ്റ്റിക് വേണോ? വെച്ച് നോക്കി എന്താ കാട്ടണ നോക്കല്ലേ? അല്ല സ്പ്രേ കൈ പോക്ക്. കൈ അങ്ങനെയല്ലേ? അങ്ങനൊക്കെ ആക്കുവേ. തക്ബീറൊക്കെ ചൊല്ലി കൊടുക്കുക. പെരുന്നാളാണ് വെച്ചിട്ട് ഒക്കെ അത് മാത്രം ചെല്ലാൻ പറ്റുന്നത്. പാട്ടൊക്കെ പാടാടുക്ക്. കണ്ണാടി പോയി ഡ്രസ്സൊക്കെ മാറ്റി, ഞാൻ ഡ്രസ്സ് മാറ്റി. സിനുദാ ഡ്രസ്സ് മാറ്റാൻ പോകുന്നു. ഉമ്മ അടുക്കളയിൽ പണിയിലാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പെരുന്നാൾക്കോടിയും പെരുന്നാളിൻ്റെ ഫുഡൊക്കെ കഴിക്കണ്ടേ? കുഞ്ഞിത്താത്താൻ്റെ അവ്വ ചെറിയ പെരുന്നാള് വന്നല്ലോ സന്തോഷനാള്, നന്മ നിറഞ്ഞൊഴുകും ലോകത്തിൻ ഉല്ലാസനാള്,
അത്തറ് പൂശി മണക്കും കാറ്റേ എത്ര നാളായി കണ്ടിട്ട് ദിക്കറ് പാടിയുറക്കും കിളിയെ എത്തുകയില്ലേ ചാരത്ത് ചെറിയ പെരുന്നാള് വന്നല്ലോ ഉല്ലാസനാള്. പെരുന്നാളായിട്ട് കുട്ടികളും മക്കളൊക്കെ ഡ്രസ്സ് മാറ്റിയിട്ട് ഉമ്മ നിൽക്കണൊക്കെ അടുക്കളയിൽ. നിങ്ങൾക്ക് പെരുന്നാളൊന്നുമില്ല? നിങ്ങൾക്ക് പെരുന്നാൾ വരണം നിങ്ങളുടെ മക്കൾ വന്ന, അല്ലെ നിങ്ങൾക്ക് പെരുന്നാളൊന്നുമില്ല. പെരുന്നാൾക്കുള്ള എല്ലാം ഒരുങ്ങി. ഇമ്മ പറഞ്ഞെന്താ വെച്ചാൽ ചോറ് കുറച്ച് വില കൂടിയ അരി വാങ്ങിയപ്പോൾ അതുകൊണ്ട് കേടന്നു എന്ന് പറഞ്ഞ്. എന്തൊക്കെയായി നേരം കൊണ്ടും എന്തൊക്കെ വെച്ച് നോക്കിക്ക്. ചിക്കൻ പൊരിച്ചത്, പിന്നെ നല്ല സലാഡ്, പിന്നെ പപ്പടം, കടായി ചിക്കൻ. മാഷാ അല്ലാഹ്. നിങ്ങളുടെയൊക്കെ വീട്ടിലെ പെരുന്നാളിൽ നിന്ന് എന്താണെന്നുള്ളത് പറയട്ടോ. നമ്മളോട് എന്നത്തെയും പോലെ നെയ്ച്ചോറും ചിക്കൻ പൊരിച്ചതും ചിക്കൻ കടായിയാണ്. ഉമ്മയുടെ എന്താ ചോറ് കാണുന്നത്? നല്ല ചോറാണല്ലോ. കുഴപ്പമില്ല, വേഗം തിന്നാലേ ഇറങ്ങുമല്ലോ. ഇനി ഫോട്ടോഷൂട്ട് മേളയാണ്. കണ്ണാടി കഴിക്കല്ലേ? എന്താ കണ്ണാടി കഴിക്കണ്? കണ്ണാടി കണ്ടില്ലേ? വേഗം ഡ്രസ്സ് മാറ്റി ഫോട്ടോ എടുക്കാം. അലേഹയുടെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു. ഇപ്പൊ കണ്ണാടി ഇട്ട് കളിക്കുക. പോരടി. സാധാരണ എല്ലാവർക്കും മെയിലാഞ്ചിട്ടല്ലോ എപ്പോഴാ? തലേ ദിവസമല്ലേ? ഇതിപ്പോ ഒട്ടിപ്പ. അലയൊക്കെ മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞാല് ബെഡൊക്കെ നാസാക്കുച്ചിട്ട് അലയൊക്കെ മൈലാഞ്ചി ഇടണേ. എന്റെ കുട്ടിയാണെങ്കിലോ ഫുൾ ടൈം രാവിലെ നീച്ച് ഇവിടെ കരച്ചില്ല. ഒരു പെരുന്നാളാണ് ഇത്, ഒരു പെരുന്നാള്. എന്താ കണ്ടിക്കണേ? ആൾക്കോടി ഇട്ടിട്ട് ആൾക്കാർ വരുന്നുണ്ട്. ആദ്യം ഉമ്മ വരുന്നു. വാ ഗായ്സ്, ഉമ്മാന്റെ പെരുന്നാൾ കോടിയാണ്, കണ്ടോളി. എങ്ങനെയുണ്ട്? അടിപൊളി. ഇതിട്ടിട്ട് റോട്ടിൽ ഇറങ്ങണ്ടെന്നുള്ളൂ, മൂരി കൊത്തും. റെഡ്, ഫുൾ റെഡ്. അങ്ങനെ ഉമ്മാക്ക് ഇത് മാത്രമല്ല പർദ്ദയുണ്ട്. സിനുവാ. അങ്ങനെ ഗൈസ്, സിനുവിന്റെ പെരുന്നാൾ കോടി. എന്താ സിനു ഇതിട്ടിക്കണെന്ന് ചോദിക്കരുത്. സിനു ലേന്റെ ഡ്രസ്സ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇത് രാവിലെ പെരയില് ഇതല്ല കേട്ടോ, ഈ സാധാ രാവിലെ നമ്മൾ രാവിലെ എന്തായാലും പള്ളി വരുന്നതിന് ശേഷം ഇവര് ഇതൊക്കെ തന്നെ ഇട്ടിട്ടല്ലേ ഫുഡൊക്കെ കഴിക്കല്. ഇനി വിരുന്ന് പോകുമ്പോഴാണല്ലോ പെരക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വേറൊരു ഡ്രസ്സ് ഇടല്. അത് കഴിഞ്ഞ് അമ്മായിന്റെ പെരയിൽ പോകുമ്പോൾ വേറൊരു ഡ്രസ്സ്, അത് കഴിഞ്ഞ് മൂത്താപ്പാനോട് പോകുമ്പോൾ വേറൊരു ഡ്രസ്സ്. ട്രിപ്പിന് പോകുമ്പോൾ വേറൊരു ഡ്രസ്സ്. എത്ര ഡ്രസ്സ് ഇപ്പൊ നിങ്ങൾക്ക് വേണമെന്നറിയോ? ഞങ്ങള് എന്റെ ഡ്രസ്സ് നോക്കിക്കേ, വൈറ്റ് പാൻറ്റും ലിനൻ പാൻറ്റും ഓട്ടോന്റെ ഷർട്ടും. വേനൽക്കാലം ഇടാൻ സുഖമാണ്. ലിനന്റെ ഷർട്ടാണ് ഗൈസ്. ഇതാണ് എൻ്റെ പെരുന്നാൾ കൂടി. ഓക്കെ, പള്ളിക്ക് ചെന്നപ്പോൾ വല്ല കളർ കോയിനും വിരിച്ചമാരി മൊത്തം ഇതിൻ്റെ പച്ച, ഇതിൻ്റെ ചുവപ്പും ഇതിൻ്റെ നീലയൊക്കെ ആയിട്ട് കുറേ ആൾക്കാർ. അപ്പം എന്തായാലും നമ്മളുടെ പെരുന്നാൾ ഇത്രയേ ഉള്ളൂ. ഇനി കൂടുതലൊന്നുമില്ല. ഇനി പെരുന്നാൾ കളറാക്കണമെങ്കിൽ എല്ലാ കൂട്ടുകുടുംബമൊക്കെ ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് പിന്നെ വിരുന്ന് പോയി. ഞാനൊന്നും നേരമില്ലല്ലോ, എവിടെ സമയം? പെരുന്നാൾ പാട്ട് പോയിട്ട് ഒന്നും സമയമല്ല. മറ്റേത് പെരുന്നാൾ പാട്ടും ഒക്കെ പാടെ അവിടുത്തെ പെരുന്നാൾ നല്ല രസമല്ലേ? നിങ്ങളവിടുത്തെ? ഇവിടുത്തെ പെരുന്നാൾ ഇങ്ങനെയൊക്കെയാണ്. ഇനി നമുക്ക് വിരുന്നും കാര്യങ്ങളും. ഞാൻ എൻ്റെ പോകണ്ടോ? അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക. അവിടുന്ന് ഇങ്ങനെ വിളി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതായി കഴിയുമ്പോഴേക്കും ഒന്ന് വിരുന്ന് പോയി വരണമല്ലോ. ഇതൊക്കെ കാണിച്ചു കൊടുക്കണ്ടേ? വാ ചോറ് തിന്നാൻ വിശന്നിട്ടാ തോന്നിട്ട് പോരെ. അപ്പോൾ എന്തായാലും കഴിച്ച് നമ്മൾ ഉണ്ടാക്കിയത് ഒരുമിച്ചിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ ഈ ഒരു പെരുന്നാൾ എന്താക്കണം, കളറാക്കണം. ഇത്രേ ഉള്ളൂ പെരുന്നാൾ. അപ്പൊ ആരൊക്കെങ്കിലും നമ്മളെ അറിഞ്ഞോ അറിയാതെ എന്തെങ്കിലുമൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും സോറി അല്ലേ, നമ്മൾ ക്ഷമ ചോദിക്കുന്നുണ്ട്. ഇതേമാതിരി എന്താണ് ഇപ്പോൾ അൽഹംദുലില്ലാ ഈ ഒരു കൊല്ലമൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഉയർച്ചകളും കണ്ടിട്ടുണ്ട്. ഓരോ സ്ഥാപനങ്ങളും ഓരോ ബിസിനസ്സൊക്കെ തുടങ്ങുന്നുണ്ട്. യൂട്യൂബ് മാത്രമല്ല ഇപ്പോഴത്തെ വരുമാനം. അപ്പോൾ അതിലൊക്കെ ഹയറും ബർക്കത്തൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്കുണ്ടെങ്കിൽ നിങ്ങൾക്കും ഉണ്ടാവും. കാരണം നമുക്കിതൊന്നും പിടിച്ചു വെക്കാൻ ഒരാഗ്രഹമല്ല, കുറേ ഉണ്ടാക്കി വെക്കാനൊന്നും എനിക്കൊരു ആഗ്രഹമല്ല. നമുക്ക് നല്ലൊരു ഇൻകം വരുമാനമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്ന് ഒരു ഭാഗം ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുള്ളൊരു മൈൻഡ് തന്നെയാണ്, മെൻറ്റാലിറ്റി തന്നെയാണ് എൻ്റെ കേട്ടോ. കാരണം ഇത് പിടിച്ച് വെച്ചിട്ടൊന്നും നമ്മൾ ഒരിക്കലും നേരാവാൻ പോകുന്നില്ല. കാരണം നമ്മളിവിടെ നല്ല പെരുന്നാളും നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ആഘോഷിക്കുമ്പോൾ ഒരുപാട് പ്രവാസികൾ ഇപ്പോൾ ഗൾഫിൽ നിങ്ങൾക്കൊക്കെ തന്നെ അറിയാം, മിസൈൽ വന്നിട്ട് ഇതായിട്ടും പണിയൊന്നും ഇല്ലാതെ ഇരിക്കുന്ന ഒരുപാട് കുടുംബമുണ്ട്. ഈ മിഡിൽ ക്ലാസ് ഫാമിലിയുടെ ഒക്കെ അവസ്ഥ, കുഞ്ഞിക്ക് തീറ്റ കൊടുക്കുകയാണ് ഇപ്പോൾ. ഒരു മിനിറ്റ്, അതായത് മിഡിൽ ക്ലാസ് ഫാമിലി അല്ല, അവർക്ക് വലിയ പേരുണ്ട്, അവർക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ പോലെ വീടിൻ്റെ ഉള്ളിലെ അവസ്ഥ വളരെ വലുതാവുകയാവും. ബാക്കിയുള്ളവർക്കൊക്കെ എല്ലാവരും കൊണ്ടുപോയി കൊടുക്കും അല്ലേ? പള്ളിക്കന്ന് അരിയായിട്ടും കിറ്റായിട്ടും ഒക്കെ കിട്ടും. പക്ഷേ ഈ മിഡിൽ ക്ലാസ് ഫാമിലിക്കൊന്നും ഇത് പുറത്തുനിന്ന് വാങ്ങാനും കഴിയൂല, കിട്ടൂല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ആൾക്കാർ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കലുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരുടെ പ്രശ്നവും പരിഹരിക്കട്ടെ അല്ലേ?
അപ്പൊ എന്തായാലും നമ്മളും ആ അവസ്ഥയിലൊക്കെ കുറെ കാലം കടന്നിരുന്നു. നമുക്കും നല്ലൊരു കാലം ഇപ്പൊ വന്നതാണ്. ഇതേപോലെ നിങ്ങൾക്കും നല്ലൊരു കാലം വരും ഇൻഷാ അല്ലാഹ്. നമുക്ക് എന്തായാലും ചെറിയ പെരുന്നാൾക്ക് എന്താക്കാം, ചെറിയ പെരുന്നാളിന് ഉമ്മ ഉണ്ടാക്കിയ ഫുഡ് ഇവർ രണ്ടാളും കഴിക്കും. എനിക്കിപ്പോഴും ഡയറ്റാണ്. 3 മാസം ആയിട്ടില്ല, എന്നൊക്കെ 2 മാസം ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം. ഇനി നമുക്ക് ഫോട്ടോ സെക്ഷനാണ്. ഓരോരുത്തർ ഫോട്ടോ എടുക്കുകയാണ്. ഞാൻ അലേൻ്റെ ഐബുവിൻ്റെ ഒക്കെ ആദ്യം എടുത്തു. ഇനി ഉമ്മാൻ്റെ സിനുവിൻ്റെ ഫോട്ടോ, അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫോട്ടോ. അപ്പോൾ എന്തായാലും ഫോട്ടോ സെക്ഷൻ. ഗൈസ്, നമ്മൾ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. എനിക്കിതാ 4 മുട്ട. ആരെ ഇറച്ചിയൊക്കെ വാരിയിട്ടത്? നിങ്ങൾ വിളമ്പി കൊടുക്കി. നിങ്ങൾ രണ്ടാളാണ് ഇവിടുത്തെ ഇന്നത്തെ സ്പെഷ്യൽ. നിങ്ങൾ തന്നെ ഉണ്ടാക്കുക, നിങ്ങൾ തന്നെ തിന്നാം. സാധാരണ പള്ളിക്കന്ന് നിസ്കാരം കഴിഞ്ഞ് വരുമ്പോൾ എന്താണ് ഇങ്ങനെ ടേബിളുമൊക്കെ വെച്ചേക്കല്ലേ ഗൈസ്. പെരുന്നാളായാലും വേണ്ടില്ല, നോമ്പായാലും വേണ്ടില്ല, കല്യാണം ആയാലും വേണ്ട, നോമ്പറപ്പിക്കലായാലും വേണ്ടില്ല. ഈ നെയ്ച്ചോറ് ഇറച്ചിയാണ് ഇവിടെ. പിന്നെ ഞാൻ എൻ്റെ കാര്യം അറിഞ്ഞത്, എനിക്ക് തന്നെയാണ് ഇപ്പോൾ 2 മാസമായിട്ട് ഗൈസ്. ഡെഡിക്കേഷനാണ്. സിനുവിന് അത് മതിയാവൂല. എന്താ ഇത്ര ചോറ് കൊടുത്തു വരുന്നത് നിങ്ങള്? പെരുന്നാളാകുമ്പോ പള്ളടച്ച് തിന്നണ്ടേ? അത് മതിയോ? അത് ശരിയാ. അല്ലെങ്കിൽ മരുവൾക്ക് കുറച്ച് വിളമ്പി കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത്യാവശ്യം ചോറൊക്കെ ഉണ്ട്. അത്യാവശ്യം ചോറൊക്കെ ഉമ്മയുടെ ഈ ഒരു പൊരിച്ച മസാല ഭയങ്കര കുറച്ച് തമ്പുരാന. അത് അബ്ബൻ്റെ ആകെ 4 മുട്ടയല്ലോ. ചൂടാണെന്ന് അറിഞ്ഞിട്ടാണ് അതിന് തൊള്ളേക്ക് ഇട്ട് കൊടുക്കണേ. നല്ല കോലായി. ചിക്കൻ എണ്ണുള്ളൂ. ചിക്കൻ എല്ലാം കണക്കുള്ള തന്നെ. തിന്നൂട്. ഉമ്മാക്ക് എന്തായാലും പല്ലില്ല, മൊത്തം ജനം തിന്നേണ്ടി വരും. എനിക്കെന്തായാലും അതൊന്നും പറ്റൂല. പാലില്ല, അത് എൻ്റെ പാല് കുടിക്ക്. അബ്ബൻ്റെ പാലല്ല കുടിക്കണ്ട്. അതൊക്കെ ഞാൻ തിന്നുന്നുണ്ടല്ലോ, അത് നിങ്ങളെ കൂടെ ഇരുന്ന് തിന്നണു. ഇത്തിരി തിന്നണെന്ന് പറഞ്ഞത് അത് എൻ്റെ ഭാഗങ്ങളൊക്കെ തിന്നണില്ലേ. പിന്നെ ഗായ്സ്, നമ്മുടെ പെരുന്നാളും വിശേഷമൊക്കെ എത്ര ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്ക് ഒരിക്കൽ കൂടി പറഞ്ഞ് ഞങ്ങൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ആക്കുകയാണ്. നെക്സ്റ്റ് നമുക്ക് പെരുന്നാൾ പൈസ കൊടുക്കാനൊക്കെ പോവാണ്ട് അല്ലേ. പെരുന്നാൾ പൈസയും പിന്നെ സിനുവിൻ്റെ വീട്ടിലേക്കൊക്കെ പോവാണ്ട് ഒക്കെ നെക്സ്റ്റ് വീഡിയോസിൽ കാണാം. ഓക്കെ, ബൈ. ആകെ 4 മുട്ടയുള്ളത് ഇപ്പോൾ ഈ കുട്ടി തിന്നു തിന്നോട്ടെ, എന്തേലും തിന്നോട്ടെ. എന്താപ്പ അത് ഇവരൊക്കെ തിന്നണേ. പെരുന്നാളാവുകൊണ്ട് ഞാൻ ഒന്നും ഉണ്ടാത്തിട്ടോ അലേഹ. പുതിയ ഡ്രസ്സാണ്. പല്ലില്ലാത്ത ഉമ്മാക്ക് പപ്പടം കൊടുക്കപ്പെടെ. എല്ലൊക്കെ നോക്കി കളിച്ചു.